മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ആ പാട്ടിൽ പരാമർശിക്കുന്ന മന്ദാരം ഇതാണ്. വെള്ളപ്പൂക്കൾ വിടർത്തി കാറ്റിൽ ഇളകി നിൽക്കുന്ന മന്ദാരം ഹേബേസിയെ എന്ന കുടുംബാംഗമാണ്. ബൗഹീനിയ അക്യുമിനേറ്റ എന്നാണ് മന്ദാരത്തിന്റെ ശാസ്ത്രനാമം. ഈ ചെടിയുടെ ഇലകൾ കണ്ടില്ലേ? ഒരു വ്യത്യസ്തമായ ആകൃതി അല്ലേ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. വെയിൽ കത്തി നിൽക്കുന്ന വേനലാണെങ്കിൽ എന്താ, മുല്ലച്ചെടികൾ പൂത്തു നിൽക്കുന്നത് കണ്ടില്ലേ? കൊടും ചൂടിനെ അവഗണിച്ചുകൊണ്ട് മുല്ല പൂക്കുകയും ഗന്ധം പരത്തുകയും ചെയ്തിരിക്കുന്നു. വീടിനുള്ളിലിരിക്കുമ്പോൾ ജനലിലൂടെ മുല്ലയുടെ ഗന്ധം കടന്നു വരാറുണ്ട്. ഒലിയേസി എന്ന കുടുംബാംഗമായ മുല്ലയുടെ ജനുസിന്റെ പേര് ജാസ്മിനം എന്നാണ്. സാധാരണ ഇനം മുല്ലയാണ് ഇത്. തട്ടുതട്ടായി ഇതളുകൾ ഉള്ള പൂക്കളുള്ള കട്ടമുല്ലയാണ് ഇത്. തട്ടുതട്ടായി തന്നെ ഉണ്ടാകുന്ന മറ്റൊരു മുല്ലയാണ് ഇത്. അറേബ്യൻ ജാസ്മിൻ എന്ന് ഇതിനെ വിളിക്കുന്നു. ടാബർണ മൊണ്ടാന ഡൈവേരിക്കേറ്റ എന്ന ശാസ്ത്രനാമമുള്ള നന്ദ്യാർവട്ടം അപ്പോസൈനേസി എന്ന കുടുംബത്തിലെ മെമ്പറാണ്. വെളുപ്പ് നിറത്തിൽ 5 ഇതളുകൾ ഉള്ള പൂക്കൾ സമ്മാനിക്കുന്ന നന്ദ്യാർവട്ടമാണിത്. തട്ടുതട്ടായി ഇതൾ വിരിയിക്കുന്ന പൂക്കളുള്ള മറ്റൊരിനമാണ് ഈ കാണുന്നത്. ദേഹം മുഴുവൻ വെളുത്ത കറയുള്ള ചെടികളാണ് നന്ദ്യാർവട്ടം. നീളമുള്ള ഇലകളും ചെറു രോമങ്ങളുള്ള ശരീരവുമൊക്കെയുള്ള തുമ്പ മാലാഹമാരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പൂക്കൾ വിരിയിക്കും. ഇതുപോലെ. തുമ്പപ്പൂവിൽ തേൻ നുണയാൻ എത്തുന്ന ചോണനുറുമ്പുകളെ കണ്ടിട്ടില്ലേ? തുളസിയുടെ കുടുംബമായ ലാമിയേസി കുടുംബാംഗമാണ് തുമ്പ. ലൂക്കസ് ആസ്പെറ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ലൂക്കസ് എന്ന വാക്കിന്റെ അർത്ഥം വെളുപ്പ് എന്നാണ്.